ഹായ് എടാ പരീക്ഷയ്ക്ക് എപ്പോഴും മൈക്രോ എക്കണോമിക്സ് സ്ഥിരമായിട്ട് ചോദിക്കുകയും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാതായിട്ടുള്ള സംഗതിയുണ്ട്. അതാണ് നമ്മുടെ ഒഴിവാക്കാനാവാത്ത ചോദ്യത്തിൽ മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ ദാറ്റ് ഒഴിവാക്കാനാവാത്ത ചോദ്യം എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സർപ്രൈസ് ഞാനിവിടെ പൊളിക്കുകയാണ്. വേറെ ഒന്നുമല്ല, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലേ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പൂർണ്ണ മത്സര കമ്പോളം അല്ലെങ്കിൽ പൂർണ്ണകിട മത്സര കമ്പോളം എന്ന് പറയാറുണ്ട്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് വേണ്ട പോലെ അല്ലെ, ശക്തിക്ക് ശക്തി ബുദ്ധിക്ക് ബുദ്ധി എന്ന് പറഞ്ഞ പോലെ 100ൽ 100 പവർ കാണിച്ച് എല്ലാവരും മത്സരിക്കുന്ന മാർക്കറ്റാണ്. പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു വട്ടം എൻ്റെ ടീച്ചർ ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ +2 പഠിക്കുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ട്. റോസമ്മ ടീച്ചർ ചോദിച്ച സമയത്ത് ക്ലാസ് ചോദിച്ചു, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ എക്സാമ്പിൾ പറയാൻ പറഞ്ഞ സമയത്ത് ക്ലാസ്സിലെ ബോയ്സിൽ ഒരുപാട് പേര് അല്ലേ, ഭയങ്കര കോമഡി ഒരു സംഗതി. അവർ പറഞ്ഞു ഇഞ്ചി മിഠായി വിൽക്കുന്ന ആൾക്കാർ, അതുപോലെ പപ്പട കച്ചവടക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞത് വെറും ഒരു തിയറി മാത്രമാണ്. അതൊരിക്കലും ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ ഫീച്ചേഴ്സാണ്. എന്താണ് കാരണം? അതിൻ്റെ സവിശേഷതകൾ തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സവിശേഷതകൾ പ്രധാനപ്പെട്ടത്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആ ഒരു കാര്യം നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ചോദ്യവും അത് തന്നെയാണ്. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് ആദ്യം അറിയണം. സംഗതി ഇത്രേ ഉള്ളൂ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ മറക്കാതെ പഠിക്കുന്ന കാര്യമാണ്. ഇറ്റ്സ് എ ഫോം ഓഫ് മാർക്കറ്റ്, അല്ലെങ്കിൽ എന്താണ്, ഒരു മാർക്കറ്റാണ്, ഒരു വിപണി തന്നെയാണ് അല്ലേ. ഇറ്റ്സ് എ ഫോം ഓഫ് മാർക്കറ്റ് ഫീച്ചേർഡ് ബൈ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. എന്താ പറഞ്ഞത്? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് ഉൽപാദകരും അതുപോലെ ഉപഭോക്താക്കളും. ബയേഴ്സ് എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കൾ, വാങ്ങുന്ന ആൾക്കാരാണ് അല്ലേ. അതുപോലെ സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊഡ്യൂസേഴ്സ് അഥവാ ഉൽപാദകരാണ്. അപ്പോൾ ഒരുപാട് പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും ഉള്ള മാർക്കറ്റാണ്. പ്രത്യേകത, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഡീൽസ് വിത്ത് ഹോമോജിനസ് പ്രൊഡക്റ്റ്. എന്താണ് പറഞ്ഞത്? ഹോമോജനസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഹോമോജനസ് ആൻഡ് ഹെട്രോജനസ് എന്ന് പറയുന്നത്, ഹോമോ എന്ന് പറഞ്ഞാൽ ഒരുപോലെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഹോമോജനസ് എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള വസ്തുക്കൾ. ഇപ്പോൾ ഒന്നാമത്തെ കമ്പനി എ എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുന്ന വസ്തു, ബി എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുന്ന വസ്തു, സി എന്ന് പറയുന്ന കമ്പനി, ഡി, ഇ, എഫ്, ജി, എച്ച്, അങ്ങനെ ഏത് അക്ഷരം, ഇംഗ്ലീഷ് അക്ഷരമാരിലെ നിങ്ങൾക്കറിയാവുന്ന ഏത് അക്ഷരം വെച്ചിട്ടുണ്ടാക്കുന്ന ഏതൊരു കമ്പനിയും ഈ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന വസ്തുക്കളെല്ലാം ഒരുപോലെ ആയിരിക്കും. ഒരേപോലത്തെ പാക്കിങ്, ഒരേപോലത്തെ കളറ്, ഒരേപോലത്തെ ക്വാളിറ്റി, ഒരേപോലത്തെ ക്വാണ്ടിറ്റി, ഒരേപോലത്തെ പ്രൈസ്, എല്ലാം കൊണ്ടും സെയിം ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഹോമോജിനസ് എന്ന് പറയുന്നത്. ഹോമോജിനസ് പ്രൊഡക്റ്റ് ആൻഡ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഹോമോജിനസ് പ്രൊഡക്റ്റ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇറ്റ്സ് എ മാർക്കറ്റ് സിറ്റുവേഷൻ വേർ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഡീൽസ് വിത്ത് ഹോമോജനസ് പ്രൊഡക്റ്റ്. ആ മാർക്കറ്റിൽ പ്രത്യേകത, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് അവിടെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അതിന് ഡീകോഡ് ചെയ്യാൻ പറ്റും. ഒന്ന്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. എന്താണ് മലയാളത്തിൽ നമ്മൾ അതിനെ പറയുന്നത്? എന്താണ്? വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും എണ്ണം വലുതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എണ്ണം, ഒരുപാട് പേര് വാങ്ങാനും വിൽക്കാനും വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരിക്കും. അതായത് വാങ്ങുന്നവർ എന്ന് പറയുമ്പോൾ ആരാണ്? കൺസ്യൂമേഴ്സ് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഉപഭോക്താക്കളുടെ എണ്ണം കൂടുതലായിരിക്കും. അതുപോലെ വിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരും ഉപഭോക്താക്കളും എന്തായിരിക്കും? എണ്ണം കൂടുതലായിരിക്കും. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഹോമോജിനസ് പ്രൊഡക്റ്റ്. ഹോമോജിനസ് പ്രൊഡക്റ്റ് പറഞ്ഞാൽ തന്നെ ഏകദാനമായ ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുപോലുള്ള സെയിം ആയിട്ടുള്ളത് അല്ലേ, ഒരുപോലുള്ള വസ്തുക്കളായിരിക്കും ആ മാർക്കറ്റിൽ നമ്മൾ കച്ചവടം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ, പഠിക്കാൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളം എടുത്ത് വെക്കാം. അപ്പോൾ രണ്ടും എടുത്ത് വെച്ച് വിചാരിക്കുന്നത്. അടുത്തത്, ഫ്രീ മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപാദന ഘടകങ്ങൾ അല്ലേ. നമ്മൾ പഠിച്ചിട്ട് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഉൽപാദന ഘടകങ്ങൾ നമുക്കറിയാം ഏതൊക്കെയാണ് വരുന്നത്. ഒന്ന്, ലാൻഡ് അഥവാ ഭൂമി. രണ്ട്, ലേബർ അഥവാ തൊഴിലാളികൾ അല്ലെങ്കിൽ തൊഴിൽ എന്ന് പറയും. മൂന്ന്, ഏതാണ് നമ്മൾ പറയുന്നത്? ക്യാപിറ്റൽ അഥവാ മൂലധനം എന്ന് പറയാറുണ്ട്. നാലും അവസാനമായിട്ട് നമ്മൾ പറയുന്നതാണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘാടനം എന്ന് പറയും അല്ലേ. ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘാടനം എന്ന് പറയാറുണ്ട്. ഈ 4 ഘടകങ്ങളും എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. ഭൂമി വേണമെങ്കിൽ എടുത്തുകൊണ്ടുപോകാം, ഈ പറഞ്ഞ ലേബേഴ്സിനെ വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുപോകാൻ പറ്റും. അതാണ് പറഞ്ഞത് ഫ്രീ മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇതിനൊന്നും നമ്മൾ പൈസ എക്സ്ട്രാ ചിലവാക്കേണ്ട കാര്യമില്ല. ലാൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയാണ് ഉള്ളത്, ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പുറത്തെ ലാൻഡ് പോയി വാങ്ങാം, കുഴപ്പമില്ല, എക്സ്ട്രാ പൈസ ഒന്നും ആവശ്യമില്ല, സെയിം ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷെ നമുക്കറിയാലേ അതൊരു ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ്, നടക്കാത്ത കാര്യമാണെന്ന് അറിയാലേ. പക്ഷേ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ അത് തന്നെയാണ്. ഇനി അടുത്ത് നോക്കുക, നിങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഉൽപാദന ഘടകങ്ങളുടെ സ്വതന്ത്ര മൊബിലിറ്റി പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇനി അടുത്ത 4ാമതായിട്ട് പറഞ്ഞാൽ വിപണി സാഹചര്യങ്ങളെ കുറിച്ചുള്ള
തികഞ്ഞ അറിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്തൊക്കെ എവിടെയൊക്കെ എപ്പോഴൊക്കെ സംഭവിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് ഇവർ കൃത്യമായിട്ട് ഐഡിയ ഉണ്ടായിരിക്കും. അത് നമ്മൾ പറഞ്ഞവരാണ് പെർഫെക്റ്റ് നോളജ്. ഓക്കെ, പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദി മാർക്കറ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിക്കില്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് അറിയാം. അടുത്തതായിട്ട് പറഞ്ഞാൽ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു പ്രൊഡ്യൂസറിന് മാർക്കറ്റിലേക്ക് വരാം, എപ്പോൾ വേണമെങ്കിലും ആ പ്രൊഡ്യൂസറിന് മാർക്കറ്റിൽ തിരിച്ചു പോകാം. അതുപോലെ എപ്പോൾ വേണമെങ്കിലും ഒരു കൺസ്യൂമറിന് മാർക്കറ്റിലേക്ക് വരാം, എപ്പോൾ വേണമെങ്കിലും ആ കൺസ്യൂമറിന് മാർക്കറ്റിൽ തിരിച്ചു പോകാം. അതായത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും എൻട്രി ചെയ്യാം എന്ന് വെച്ചാൽ ഫ്രീ എൻട്രി ആണ്. എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് പുറത്തു പോകാം. അതിനാണ് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് അവിടെ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. ഇനി അടുത്ത് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഓക്കെ, ഇവിടെ എല്ലാവരും നമ്മുടെ മാമന്മാരുടെ മക്കളാണ്, അതുകൊണ്ട് ഒരു സാധനം എവിടേക്ക് എങ്ങോട്ട് കൊണ്ടുപോകാൻ ചിലവൊന്നുമില്ല. സിമ്പിളാണ്, എല്ലാവരും ഫ്രീ ആയിട്ട് കൊണ്ടുപോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, പൈസ ഒന്നും തരണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ടേഷൻ ഒരു കോസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ആണ്. സോ നമുക്കറിയാം റിയൽ ലൈഫിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞത് ഒരിക്കലും സീറോ ആവില്ല അല്ലേ. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. ചിലർ ട്രാൻസ്പോർട്ടേഷൻ ചാർജും തരണ്ടെന്ന് പറയും, പകരം എന്ത് ചെയ്യും, അവരുടെ പ്രൊഡക്റ്റിൽ ആ പ്രൈസ് കൂട്ടുകയും ചെയ്യും അല്ലേ. നമ്മൾ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ മിക്കവാറും എന്താ പറയാറുള്ളത്, ഓക്കെ നമ്മളിപ്പം ദൂരപ്രദേശത്ത് എന്തെങ്കിലും ദൂരദേശങ്ങളിൽ നമ്മൾ സാധനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതിന് ട്രാൻസ്പോർട്ടേഷൻ വണ്ടിക്കൂലി നിങ്ങൾ തരണ്ടെന്ന് പറയും, പകരം എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റ് തന്നെ അതിൻ്റെ പ്രൈസ് കൂട്ടാണ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒരിക്കലും സീറോ ആവില്ല. പക്ഷേ ഇവിടെ പറയുന്ന കാര്യം തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല, അഥവാ ഗതാഗതത്തിനുള്ള ചെലവ് ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. ഗതാഗത ചെലവൊന്നും ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് പറഞ്ഞാൽ യൂണിഫോം പ്രൈസ്. എന്താണ്, എല്ലാവർക്കും ഒരുപോലത്തെ വരെയാണ്. ആ മാർക്കറ്റിലെ പ്രത്യേകത ഉണ്ട്, ഈ മാർക്കറ്റിലെ പ്രൈസ് അറിയപ്പെടുന്ന പേര്, മാർക്കറ്റിലെ സെല്ലേഴ്സ് അറിയപ്പെടുന്ന പേര് എന്താണ്, പ്രൈസ് ടേക്കേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്, പ്രൈസ് ടേക്കേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വില എത്രയാണോ അത് അവർ സ്വീകരിക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വില സ്വീകരിക്കുന്നവർ എന്നാണ് എന്തറിയപ്പെടുന്നത്, ഇവിടെയുള്ള സെല്ലേഴ്സ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം അതൊരു എക്സ്ട്രാ ഫീച്ചറായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ലാസ്റ്റ് വൺ, ആബ്സെൻസ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ്. സെല്ലിംഗ് കോസ്റ്റ് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സാധനത്തിന് വരുന്ന ചെലവുകൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റാണ്. അഡ്വർടൈസ്മെൻറ്റ് പറഞ്ഞാൽ പരസ്യ ചെലവുകളിലെ ഒരു സാധനം പരസ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ചിലവുണ്ടായിരിക്കും. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു സംഗതി തന്നെ ഇല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്കറിയാം തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു സാധനത്തിന് ആബ്സെൻസ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഏതൊരു പ്രൊഡക്റ്റും മാർക്കറ്റിൽ ഇറങ്ങി എന്ത് വേണം, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പരസ്യം കൊടുക്കണം. ആളുകൾക്ക് അറിഞ്ഞാൽ മാത്രമേ അവരത് വാങ്ങുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൺസ്യൂമേഴ്സ് ഇത് വാങ്ങണമെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് അവർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിരിക്കണം അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഫീച്ചേഴ്സുകളൊക്കെയാണ് നമുക്ക് എന്തുണ്ടാവുക, നോർമലി ഉണ്ടാവുക. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞിരിക്കുന്ന പെർഫെക്റ്റ് ഓമിനിച്ചിൽ സെല്ലിംഗ് കോസ്റ്റേ വേണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് ഒരു കോസ്റ്റ് ഉണ്ടാവില്ല, വിൽപ്പന ചെലവിനൊന്നും ഒരു പ്രശ്നമില്ല. അവിടെ വിൽപ്പന ചെലവ് എന്ന് പറഞ്ഞ സംഗതി തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ചേരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇനി ഒരു പ്രത്യേകത കൂടി നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഇവിടെയുള്ള മാർക്കറ്റിലെ ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേര് പ്രൈസ് ടേക്കേഴ്സ് എന്നാണ്. പ്രൊഡക്റ്റുകളൊക്കെ ഹോമോജിനസ് ആണ് നമ്മൾ പറഞ്ഞു വെച്ച കാര്യമാണ്. അതുപോലെ പ്രൈസ് തീരുമാനിക്കുന്ന ആരാണ്, പ്രൊഡ്യൂസേഴ്സ് അല്ല. ആരാണ്, മാർക്കറ്റ് ഫോഴ്സുകളാണ് തീരുമാനിക്കുന്നത്. ആരാണ് മാർക്കറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയുമാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അല്ലാതെ പ്രൊഡ്യൂസേഴ്സോ സെല്ലേഴ്സോ അല്ല, രണ്ടും കൂടി ചേർന്നാണ് മാർക്കറ്റിലെ പ്രൈസ് തീരുമാനിക്കുന്നുണ്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് പറഞ്ഞത്, perfect combination is not exist in the real world because the features such as homogeneous product and absence of transportation cost ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു മാർക്കറ്റ് ലോകത്ത് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അതുകൂടി പഠിച്ചു വെക്കുക. കാരണം കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്തൊരു ഷുവർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കാനാത്ത ചോദ്യമായിട്ട് കാണുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ Sal Sabin once again signing out from EduBoard. Bye.